ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പാർട്ടി വ്ളോഗായിട്ടാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇളനീർ പുഡിങ്ങാണ്. അതിന് നമ്മുടെ ഇളനീറിൻ്റെ വെള്ളം എടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഒരു ഹാഫ് പാക്കറ്റ് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തതിട്ട് അത് നന്നായി മെൽട്ടായതിന് ശേഷം ഇത് ചൂടോടെ തന്നെ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇത് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റും. അതിന് ശേഷം ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയ ചൂട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി പാലിലേക്ക് മെൽട്ടായതിന് ശേഷം നമ്മൾ ഇളനീരിൻ്റെ കാമ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇത് ഈ പാലിലേക്ക് നമ്മളിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ഇളനീരിൻ്റെ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിയോണ്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ടിങ്ങനെ എടുത്ത് ഒരു ട്രേയിലേക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് മെൽട്ടാൽ കുറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് ചെയ്യുന്നത് രാത്രിയാണ്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നമ്മുടെ ഇളനീറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ലെയറായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങാണ്, കസ്റ്റഡ്. അതിലേക്ക് നമ്മളൊരു 2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് കസ്റ്റഡും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിട്ടില്ല, അതിന് മുന്നാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിത് കുറുക്കിയെടുക്കുക. ഇനി ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ബ്രെഡ് നമ്മൾ സൈഡൊക്കെ കളഞ്ഞിട്ട് ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഈ കസ്റ്റഡിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കുക. നന്ന ടൈറ്റല്ല, കുറച്ച് ലൂസാണ് നമ്മൾ ഈ മിക്സ്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ചെടുക്കുക. വീണ്ടും കസ്റ്റർഡിൻ്റെ ഇത് ചെയ്ത് കൊടുക്കുക, ഒഴിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഞാൻ ചെയ്തത് നമ്മുടെ വിപ്പിംഗ് ക്രീം ലെയറാണ് ചെയ്യുന്നത്. നമുക്കത് ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്യാം. കുറച്ച് ഫ്രഷ് ക്രീം എടുക്കുക. അതും നമുക്ക് കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ആയാലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതും ഓവർനൈറ്റ് വെക്കുക. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമയാണ്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് ഒരു വലിയ 2 ഉള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചക്കൊത്ത് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 തക്കാളി, പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സ്പൈസസ് ആഡായി നമ്മൾ കുരുമുളകാണ് ചേർത്തെടുക്കുന്നത്. ഒരു വലിയ സ്പൂൺ കുരുമുളക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 കിലോ ചിക്കൻ, അതിനുശേഷം നമ്മളൊരു 1/2 മുറി തേങ്ങ, പിന്നെ കുതിർത്ത് വെച്ച അണ്ടിയുണ്ട്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചിക്കന് പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇനി ഈ കുറുമൊന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ബീഫ് ബിരിയാണിയാണ് നമ്മൾ സെറ്റാക്കുന്നത്. പിന്നെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അത് വീഡിയോ ആയിട്ട് എടുക്കാം ഞാൻ. പിന്നെ നമ്മൾ തൈരാക്കി കക്കിരി ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ നൂൽപുട്ടാണ് ചെയ്തത്. അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ അപ്പോഴേക്ക് ഗസ്റ്റ് വന്ന് ചിക്കു ജ്യൂസും മാംഗോ ജ്യൂസും കൂടിയാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായത്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ശേഷം ഒരു 1:30-2 മണിയാകുമ്പോഴേക്ക് ഫുഡെല്ലാം കൊടുത്ത് പുഡിങ്ങെല്ലാം വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.